ജനുവരി 12 കൽക്കത്തയിൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി നരേന്ദ്രനാഥ് ജനിച്ചു. 1881 ശ്രീരാമകൃഷ്ണ പരമഹംസരുമായി കൂടിക്കാഴ്ച നടത്തുകയും 1886 സന്യാസം സ്വീകരിച്ച് സ്വാമി വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. 1890 ജൂലൈ മുതൽ 1892 ഡിസംബർ വരെ അദ്ദേഹം ഭാരത പരിക്രമയാത്ര നടത്തി. 1892 ഡിസംബർ 24 ഭാരതത്തിൻ്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയിൽ എത്തി ശ്രീപാദപാറയിൽ 3 ദിവസം ധ്യാനമിരുന്നു. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രഭാഷണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. 1896 അമേരിക്കയിൽ വേദാന്ത സൊസൈറ്റിയും 1898 ബേലൂരിൽ ശ്രീരാമകൃഷ്ണ മഠവും 1899 മായാവതിയിൽ അദ്വൈതാശ്രമവും സ്ഥാപിച്ചു. 1902 ജൂലൈ 4 കൽക്കത്തയിൽ സ്വാമി വിവേകാനന്ദൻ മഹാസമാധിയായി. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് 1963 ജനുവരി 17 വിവേകാനന്ദ പാറയിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലുള്ള ശിലാസ്ഥാപനം നടത്തി. 1963 ആഗസ്റ്റ് 11 ശ്രീ ഏകനാഥ് ജി റാനഡെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കമ്മിറ്റിയുടെ ആദ്യത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ചുമതലയേറ്റു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും 30 ലക്ഷം ജനങ്ങളുടെയും സംഭാവനകൾ ഉപയോഗിച്ചാണ് ഈ ദേശീയ സ്മാരകം സ്ഥാപിച്ചത്. 1967 ഒക്ടോബർ 12 സ്മാരകത്തിന് അടിസ്ഥാന ശിലയിട്ടു. 2081 ദിവസം ശരാശരി 650 ആളുകൾ ജോലി ചെയ്താണ് സ്മാരകം നിർമ്മിച്ചത്. ഏകദേശം 4 ഏക്കർ വരുന്ന സ്ഥലത്ത് കരയിൽ നിന്ന് ഏകദേശം 1600 അടി അകലത്തിലായി 55 അടി ഉയരമുള്ള ഈ സ്മാരകത്തിന് 6000 ടൺ ഭാരമുള്ള ചുവപ്പും നീലയും ഗ്രാനൈറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും ഭാരമുള്ള ഒരു തൂണിന് 13 ടൺ ഭാരമുണ്ട്. ഇതിൻ്റെ ചീഫ് ആർക്കിടെക്റ്റും എഞ്ചിനീയറുമായി പ്രവർത്തിച്ചത് തമിഴ്നാട് കാരക്കുടിയിലെ ശ്രീ SK ആചാര്യയും സ്റ്റാച്യുവിന് പോർട്രേറ്റ് നൽകിയത് മുംബൈയിലുള്ള ശ്രീ SM പണ്ഡിറ്റുമായിരുന്നു. പ്രതിമ നിർമ്മിച്ചത് മുംബൈയിലെ JJ സ്കൂൾ ഓഫ് ആർട്സിലെ ശ്രീ NL സോന പടേക്കർ എന്ന ശില്പിയാണ്. 1970 സെപ്റ്റംബർ 2 രാമകൃഷ്ണ മിഷൻ പ്രസിഡന്റായിരുന്ന സ്വാമി വീരേശ്വരാനന്ദ പ്രതിഷ്ഠാപനം നടത്തുകയും ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റായിരുന്ന ശ്രീ VV ഗിരി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു.